സെഞ്ചുറിയനിൽ സെഞ്ചുറി നേടിയ തിലക് വർമ്മയുടെ മികവിൽ ഇന്ത്യക്ക് മികച്ച സ്കോർ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള മൂന്നാം ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യ 20 ഓവറിൽ 6 വിക്കറ്റിന് 219 റൺസെടുത്തു. 56 പന്തിൽ 107 റൺസ് നേടി പുറത്താകാതെ നിന്ന തിലക് വർമ്മയുടെ ബാറ്റിൽ നിന്ന് 8 ഫോറും 7 സിക്സുമാണ് ബൗണ്ടറി കടന്നത്. അഭിഷേക് ശർമ്മ അർദ്ധ സെഞ്ചുറിയുമായി ഫോമിലെത്തിയപ്പോൾ സഞ്ജു സാംസൺ തുടർച്ചയായ രണ്ടാം മത്സരത്തിലും 0-ന് പുറത്തായി. മാർക്കോ ജാൻസനാണ് ഇത്തവണയും വിക്കറ്റ്. രമൺദീപ് സിംഗ് ഇന്ത്യയ്ക്കായി അരങ്ങേറ്റം കുറിച്ചു. ടോസ് നേടിയ ദക്ഷിണാഫ്രിക്കൻ നായകൻ എയ്ഡൻ മാർക്രം ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഈ തീരുമാനം ശരിയെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ജാൻസൺ എറിഞ്ഞ ആദ്യ ഓവർ. രണ്ടാം പന്തിൽ സഞ്ജു ക്ലീൻ ബൗൾഡ്. എന്നാൽ ഈ വീഴ്ചയ്ക്ക് ശേഷം ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു. അഭിഷേക് ശർമ്മയ്ക്കൊപ്പം തിലക് വർമ്മ ചേർന്നതോടെ സ്കോർ അനായാസം ഉയർന്നു. 107 റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇരുവരും സ്ഥാപിച്ചത്. 25 പന്തിൽ 3 ഫോറും 5 സിക്സിന്റെയും അകമ്പടിയിൽ 50 റൺസ് നേടിയ അഭിഷേകിനെ കേശവ് മഹാരാജ് പുറത്താക്കി. 3 റൺസ് കൂടി ഇന്ത്യൻ സ്കോർ ബോർഡിൽ എത്തിയ ശേഷം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പെട്ടെന്ന് പുറത്തായത്. പിന്നാലെ എത്തിയ ഹാർദിക് പാണ്ഡ്യ പിടിച്ചുനിന്ന് കളിക്കാൻ ശ്രമിച്ചെങ്കിലും കൂടുതൽ നേരം ക്രീസിൽ ചെലവഴിക്കാനായില്ല. 3 ഫോറുമായി 16 പന്തിൽ 18 റൺസ് നേടിയ പാണ്ഡ്യയെ മഹാരാജ് വിക്കറ്റിന് മുന്നിൽ കുടുക്കി. പതിവ് ശൈലിയിലുള്ള ആക്രമണ ബാറ്റിംഗ് വേണ്ടെന്ന് വെച്ച റിങ്കു സിംഗ് തിലക് വർമ്മയ്ക്ക് പിന്തുണ നൽകി കളിച്ചു. തിലക് സ്കോർ ഉയർത്തിക്കൊണ്ടിരുന്നു. 8 റൺസ് നേടിയ റിങ്കുവിനെ സിമേലിനെ 18-ാം ഓവറിന്റെ 5-ാം പന്തിൽ ക്ലീൻ ബൗൾഡാക്കി. അടുത്ത ഓവറിൽ 4 നേടിക്കൊണ്ട് തിലക് വർമ്മ കന്നി അന്താരാഷ്ട്ര സെഞ്ചുറി തികച്ചു.